അപ്പോൾ ഇന്നിവിടെ നമ്മൾ സ്നോ സിറ്റിയിലാണ് വന്നിരിക്കുന്നത്. പിള്ളേർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന നല്ല രസമായിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. സ്നോ സിറ്റിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നിങ്ങൾ ഇവിടെ വരണം. അത്രയ്ക്ക് സൂപ്പറാണ്. ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ എൻജോയ് ചെയ്തിട്ട് വന്ന് ബാക്കി വിശേഷങ്ങൾ പറയാം. അകത്തെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇഗ്ലു സെറ്റ് ചെയ്തിട്ടുണ്ട്, ക്ലൈംബിംഗ് ഏരിയ ഉണ്ട്, സ്ലൈഡ് ഏരിയ ഉണ്ട്, കഫേയൊക്കെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു വീഡിയോ എടുക്കാൻ പ്ലാൻ ചെയ്തല്ല ഞങ്ങൾ അവിടെ പോയത്. സോ അതുകൊണ്ട് ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബട്ട് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് ഈ പ്ലേസ് എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് തോന്നി. അതാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് 3 വയസ്സിന് മുകളിലോട്ട് 600 രൂപയാണ്. ഇത് ബാംഗ്ലൂരിലെ JC നഗറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് തന്നെ അവർ ബൂട്ട്സ്, ജാക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യും. സോക്സ് നമുക്ക് കരുതാം, അല്ലെങ്കിൽ അവിടെ തന്നെ വാങ്ങാൻ അവൈലബിൾ ആണ്. പിന്നെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികളൊക്കെ കളിക്കുന്ന ടൈമിൽ ഈ മഞ്ഞൊക്കെ വാരി കളിക്കുമ്പോൾ ഗംബൂട്ടിൻ്റെ അകത്തേക്ക് മഞ്ഞ് കയറി സോക്സ് വെറ്റാകാൻ സാധ്യതയുണ്ട്. സോ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ വെറ്റായാൽ പിന്നെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. കുറേ കുട്ടികളൊക്കെ കരയുന്നതായിട്ട് കണ്ടു. പിന്നെ ഞങ്ങൾ ശരിക്കും അവിടെ എൻജോയ് ചെയ്തു. അപ്പോൾ ബാംഗ്ലൂർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഇവിടെ വീഡിയോയിൽ കാണാം ഞങ്ങളുടെ കുട്ടികളൊക്കെ ഇങ്ങനെ മഞ്ഞ് വാരി കളിക്കുന്നതായിട്ടൊക്കെ കാണാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ സ്നോഫോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് സ്നോഫോളാണ്. അപ്പം അവിടെ ഏകദേശം 1 മിനിറ്റത്തേക്ക് അവിടെ സ്നോഫോൾ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം സ്നോഫോൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് കഫേയിൽ നിന്ന് വരുന്ന ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാംഗ്ലൂരിൽ ശരിക്കും ഞങ്ങളെ ഞെട്ടിച്ച മറ്റൊരു പ്ലേസിൻ്റെ ഫോട്ടോയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് എവിടെയാണെന്ന് ആർക്കെങ്കിലും പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം അവിടുത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ.